ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് മെയ് 21. ഇന്ന് ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 5 ന്യൂസസ് ആണ് നമ്മൾ നോക്കുന്നത്. ന്യൂസ് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ റീജിയണൽ ന്യൂസ് കാണുമ്പോൾ നാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ് ഒന്നും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മലയാളികൾക്കാണ് ഈ ന്യൂസ് ചാനൽ പ്രയോജനപ്പെടുക. സോ ഇന്നത്തെ ഫസ്റ്റ് ന്യൂസിലോട്ട് പോവാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇറ്റലി കൗണ്ടർ പാർട്ടായിട്ടുള്ള ജോർജിയ മെലോണിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യൂസാണ്. അവർ രണ്ടുപേരും ബയലാറ്ററൽ ആയിട്ടുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടോക്സ് നടത്തിയിട്ടുണ്ട്. 2029 20 ബില്യൺ യൂറോ എന്നുള്ള ഒരു ട്രേഡ് ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ അത്രയും ഒരു വലിയ ട്രേഡൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു എയിമാണ് ഉള്ളത്. അതുപോലെ അവർ ഡിഫൻസ്, മാനുഫാക്ചറിങ്, ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ അവർ ടോക്സ് നടത്തി. അതുപോലെ ഈ ഒരു ടോക്കിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഐമക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ. നമ്മുടെ ഇന്ത്യയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ഈ കടൽ മാർഗം കച്ചവടം നടത്താനുള്ള ഒരു ഇന്ത്യയുടെ ഒരു പ്ലാനാണ് ഫ്യൂച്ചറിൽ. അപ്പോൾ അതിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ G7 ഗ്രൂപ്പിംഗ് നമുക്കെല്ലാം അറിയായിരിക്കും. അപ്പോൾ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ട് പാർട്ടീസാണ് ഇന്ത്യയും ഇറ്റലിയും ഒക്കെ. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ചർച്ച വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഫസ്റ്റ് ന്യൂസ്. രണ്ടാമത്തത് ന്യൂക്ലിയർ പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ റീസെൻ്റ്ലി നമ്മൾ ഈ ന്യൂക്ലിയർ ലോയിൽ ചെറിയ അമെൻമെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ലയബിലിറ്റി വലിയ രീതിയിൽ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നടത്തുന്ന കമ്പനികൾക്ക് വരുന്ന രീതിയിലുള്ളൊരു ആക്ട് മുമ്പുണ്ടായിരുന്നു. അത് നമ്മൾ അമെൻഡ് ചെയ്തിട്ട് ലയബിലിറ്റി ഒക്കെ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഒരു നിയമം ലിബറലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ഇന്ത്യയിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാനും. അവർക്ക് ബിസിനസ്സാണ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എനർജി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മ്യൂച്വലി ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു പ്ലാൻസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ വലിയ രീതിയിലുള്ള പവർ പ്ലാന്റ് അല്ല, അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ പറ്റും, ചീപ്പറാണ്, അതുപോലെ ഈ കുറച്ച് ഏരിയ മതി ഇത് ബിൽഡ് ചെയ്യാൻ. അപ്പം ചെറിയ സൈസിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്, പക്ഷെ നമുക്ക് നല്ല എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ടോട്ടൽ എനർജിയുടെ 3% ഇപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് കൊണ്ടാണ് നമ്മൾ എനർജി ഡിമാൻഡിൻ്റെ 3% നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്മോൾ മോഡുലർ റിയാക്ടറൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ അത് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ അതാണ് സെക്കൻഡ് ന്യൂസ്. തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് മാർക്കോ റൂബിയോ. ഇതുമായിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. മാർക്കോ റൂബിയോ 23-ാം തീയതി നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ US ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഈ മാർക്കോ റൂബിയോ എന്ന് പറയുന്നത്. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റാണ്. അപ്പോൾ അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കോഡ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു സബ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. കോഡ് എന്ന് വെച്ചാൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാനൊക്കെ വരുന്ന, US ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ഇതിലെ ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിസിറ്റിൽ തന്നെ നമ്മളിപ്പം ഇന്ത്യ US റിലേഷൻസിലുള്ള ഡിസ്കഷൻസ് നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതായത് ക്രിട്ടിക്കൽ മിനറൽസ്, ഡിഫൻസ് ടെക്നോളജി, ട്രേഡ് ടെൻഷൻസ്. ഇന്ത്യയും US തമ്മിൽ ചെറിയ ട്രേഡ് ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഈ USൻ്റെ ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് US വലിയ ടാക്സ് ഇന്ത്യക്ക് നേരെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് ലിബറലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ടോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ചർച്ചകൾ ഈ ഒരു വിസിറ്റിൽ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത ഒരു 4ാമത്തെ നാഷണൽ ലെവലിലെ ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ലഡാക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്കറിയാം. അവിടെ ചെറിയ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ട്, ബോർഡറായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോയിൽ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, സ്റ്റേറ്റ് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആയിട്ടുള്ള നിത്യാനന്ദ് റായ് അവിടുത്തെ സിവിൽ സൊസൈറ്റി ഉണ്ട്, അത്തരം ഓർഗനൈസേഷൻസിൻ്റെ ഹെഡുമായിട്ട് ഒരു ടോക്ക് നടത്താൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് എടുത്തത്. ടോക്ക് ഉദ്ദേശിക്കുന്നത് നാളെയാണ് ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പാണ് അപ്പെക്സ് ബോഡി ലേ, ABL എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അപ്പോൾ
അതിൻ്റെ ചെയർമാനൊക്കെ റീസെൻ്റ്ലി അത് ഈ ഒരു പോസ്റ്റിൽ നിന്ന് രാജിവെച്ച് പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും അവർക്ക് ഇൻറ്റേർണലി ഈ ഓർഗനൈസേഷനകത്ത് തന്നെ ഇൻറ്റേർണലി കുറച്ച് ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിൽ അവർ ഇതൊക്കെ മാനേജ് ചെയ്ത് ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരു അയവ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് US ഇറാനുമായിട്ടൊരു ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കാൻ ഉള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ട്രംപ് പറയുന്നുണ്ട് ഈ വേറെ പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ ഈ ടോക്സ് ഒന്നും ഉണ്ടാവില്ല, അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു സ്ഥിതി ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മുടെ എക്കണോമിക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ പെട്രോളിൻ്റെ പ്രൈസ് കൂടുന്നത്, നമുക്ക് എനർജി, ഗ്യാസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്സൊക്കെ ഫലം കണ്ടിട്ട് നല്ല രീതിയിൽ ഈ ഒരു US ഇറാൻ റിലേഷൻസ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു എക്കണോമിക് അൺസർട്ടനിറ്റീസൊക്കെ കുറയ്ക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. സോ ഇത്രയുമാണ് ഇന്നത്തെ നാഷണലി ഇൻ്റർനാഷണലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ്. ഇത്തരം അപ്ഡേറ്റ്സിനായി നമ്മുടെ ഈ ഒരു ന്യൂസ് സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. താങ്ക് യു.